Hello friends, Excel tips and tutorialsലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം സ്വാഗതം. സോ ടുഡേ നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ പുതിയൊരു ഫംഗ്ഷനാണ്. പുതിയല്ല, പഴയ ഫംഗ്ഷനാണ്. ഇതുവരെ എൻ്റെ ചാനലിൽ ഇല്ലാത്തൊരു ഫംഗ്ഷനാണ് എക്സലിലെ റാങ്ക് ഫംഗ്ഷൻ. റാങ്ക് ഫംഗ്ഷൻ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഇതാണ് എൻ്റെ ഇത് റാങ്ക് ഫംഗ്ഷൻ. റാങ്ക് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ കുറേ സീരീസ് ആയിട്ട് കുറേ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ നമ്പർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ നമ്പറിൻ്റെയും ആ ലിസ്റ്റിലുള്ള നമ്പറിൽ എത്രാമത്തെ റാങ്ക് ആണെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് റാങ്ക് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ 10, 8, 6. സോ ഇത് നമുക്കറിയാം 10 ഫസ്റ്റ് റാങ്ക്, 8 സെക്കൻഡ് റാങ്ക്, 6 തേർഡ് റാങ്ക്. ഫോർ എക്സാമ്പിൾ മാറ്റിത്തരാം. 6 കൂടെ വന്നാൽ 8 കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ തിരിയും. തേർഡ് റാങ്ക് കൂടെയാവും, 8 സെക്കൻഡ് റാങ്ക് ആവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമുക്ക് കുറേ ലിസ്റ്റ് ഓഫ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർമുല വെച്ചത് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്ത് കാണാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. കുറേ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ്. ഓക്കെ, നെയിം, മാർക്സ്, റാങ്ക്. ഓക്കെ, നെയിം എന്തെങ്കിലും കൊടുക്കാം. സ്റ്റീവ്, മനോജ്, ഓക്കെ, സുജിത്. ഇങ്ങനെ കുറെ 4 വിദ്യാർത്ഥികളുണ്ട്. ഓക്കെ, അവർ ഓരോരുത്തരുടെ മാർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 45, 41, 36, 38. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോരുത്തരുടെയും കറസ്പോണ്ടിങ്ങുള്ള റാങ്ക് നമുക്ക് ഈ കോളത്തിൽ വരണം. അതിനുവേണ്ടിയാണ് നമ്മൾ റാങ്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കാണിക്കുന്നത്. റാങ്ക് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ ഈക്വൽ സൈൻ റാങ്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഏതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ എന്നുള്ള ഇവിടെ എൻ്റർ ചെയ്യുക. 45 അല്ലേ, അപ്പോൾ ആ സെല്ലിൻ്റെ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ 45 കൊണ്ട് ക്ലിക്ക് ചെയ്താൽ സെല്ലിൻ്റെ വാല്യൂ ഇവിടെ വരും. ക്ലിക്ക് ചെയ്യുക, പിന്നെ ഒരു കോമ എഴുതുക. പിന്നെ ഏത് സെൽ റേഞ്ചിലെ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് നോക്കണം. അപ്പം നമുക്ക് ഈ റേഞ്ചിലുള്ള സെൽ വാല്യൂസ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം ഈ റേഞ്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, ഈ 45 ആണ് ഫസ്റ്റ് റാങ്ക്. നമുക്കറിയാമല്ലോ ഇതിലുള്ളതിൽ 45 ആണ് ഏറ്റവും ടോപ്പ്. ഇനി നമുക്ക് അടുത്ത ഇവിടെ അടിക്കാം. റാങ്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഈ വാല്യൂ സെലക്ട് ചെയ്യുക, പിന്നെ റേഞ്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് റാങ്ക് മനോജിന്. അതുപോലെ തേർഡ് ഡാറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. റാങ്ക് കോമ സെലക്ട് ചെയ്യുക. ഉണ്ടോ, ഫോർത്ത് റാങ്കാണ് അലി എന്നുള്ള ആൾക്ക്. അതുപോലെ റാങ്ക് ഓഫ് 38. ഓക്കെ, അപ്പം തേർഡ് റാങ്കാണ് സുജിത്ത് എന്നുള്ള ആൾക്ക്. ഓക്കെ, 1, 2, 4, 3. നമുക്ക് ഇവിടെ നമ്പർ മാറ്റിയാൽ ഇവിടെ കറസ്പോണ്ടിങ് റാങ്കും മാറുന്നതാണ്. മാർക്സിന്റെ വാല്യൂ മാറ്റാമെങ്കിൽ ഈ റാങ്കിന്റെ വാല്യൂ മാറുന്നതാണ്. അപ്പോൾ ഞാനിപ്പം അലി എന്നുള്ള ആൾക്ക് 49 ആക്കുക. അപ്പോൾ അലിയുടെ റാങ്ക് 1 സ്റ്റീവന്റെ റാങ്ക് 2 കണ്ടില്ലേ. ഇനി മനോജിന്റെ 47 ആക്കുക. അപ്പം മനോജ് സെക്കൻഡായി, സ്റ്റീവ് 3 അപ്പം അങ്ങനെയാണ് റാങ്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഈസിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്ന് ഇതുപോലെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന് ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.